പൊതുനിരത്ത് കയ്യേറി റോഡിന്റെ നടുവിൽ സ്റ്റേജ് കെട്ടി അവിടെ പാർട്ടി പരിപാടി നടത്തിയ കേസിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ, CPI സെക്രട്ടറി ബിനോയ് വിശ്വം, എറണാകുളം DCC പ്രസിഡന്റ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളെ ഹൈക്കോടതി വിളിപ്പിച്ചിരിക്കുക. ഫെബ്രുവരി 10 അവരെ കോടതിയിൽ ഹാജരാകാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഒരു നല്ല തീരുമാനമായിട്ടാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവിനെ കാണേണ്ടത്. റോഡ് കയ്യേറി അവിടെ രാഷ്ട്രീയ പരിപാടിയുടെ യോഗം നടത്തിയ കുറ്റത്തിന് ഇവരെ ശിക്ഷിച്ചു എന്ന അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. അങ്ങനെ കരുതുന്ന ഭോഷത്വമൊന്നും നമുക്കില്ല. അതൊക്കെ CPM നേതാക്കൾക്കുള്ളതാണ്. പേരിയ കേസിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ കുറഞ്ഞ തടവ് ശിക്ഷ ലഭിച്ച 4 പേർക്ക് ഒരു സ്വാഭാവിക നടപടി എന്ന നിലയിൽ അവരുടെ സസ്പെൻഷൻ മരവിപ്പിച്ച നടപടി, ഹൈക്കോടതിയുടെ ഒരു നടപടി, അത് അവരെ കേസിൽ നിന്ന് ഒഴിവാക്കി, ശിക്ഷ സ്റ്റേ ചെയ്തു അല്ലെങ്കിൽ ശിക്ഷ റദ്ദാക്കി എന്നൊക്കെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് CPM നേതാക്കളാണ്. അവരെ പോലെ അല്ല നമ്മളിത് പറഞ്ഞത്. ഇത് രാഷ്ട്രീയ പാർട്ടികൾ അടക്കമുള്ള സമൂഹത്തിനുള്ള ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് കാണേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും പാലിക്കാറില്ല. പക്ഷെ ഇനി റോഡ് അടച്ചുകെട്ടി സ്റ്റേജ് കെട്ടി പാർട്ടി പരിപാടിയൊക്കെ നടത്താൻ പോകുന്നവര്, അല്ലെങ്കിൽ പൊതുപരിപാടി നടത്താൻ പോകുന്നവര്, അല്ലെങ്കിൽ ഉത്സവ പരിപാടികളോ പെരുന്നാൾ പരിപാടികളോ സംഘടിപ്പിക്കുവാൻ ശ്രമിക്കുന്നവര് ഇത് ഒരു മുന്നറിയിപ്പായിട്ട് എടുക്കും. രണ്ടാമതൊന്ന് ആലോചിക്കും റോഡ് വളച്ചുകെട്ടി പരിപാടികൾ നടത്തുന്നതിനെ കുറിച്ച്. അതാണ് ഇപ്പോൾ MP ഗോവിന്ദൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തുന്നതിലൂടെ കോടതി ചെയ്ത നല്ല കാര്യം. MP ഗോവിന്ദനെയും ബിനോയ് വിശ്വത്തെയും കൂടാതെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അതുപോലെ തന്നെ CPI-യുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പന്ന്യൻ രവീന്ദ്രൻ, CPM MLA-മാരായ V ജോയി, അദ്ദേഹം CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ്, VK പ്രശാന്ത്, കടകംപള്ളി സുരേന്ദ്രൻ, കോൺഗ്രസ് MLA-ആയ TJ വിനോദ് തുടങ്ങിയ ആളുകളെ കൂടെ ഹൈക്കോടതി വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവര് ഫെബ്രുവരി 10 കോടതിയിൽ ഹാജരാകണം. റോഡ് കയ്യേറി പാർട്ടി പരിപാടികൾ നടത്തുന്നതടക്കമുള്ള കാര്യങ്ങളില് ഹൈക്കോടതി നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ നമുക്കാർക്കും ഒട്ടും ബാധകമല്ല എന്ന നിലയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ, അത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും CPI ആയാലും, അവരൊക്കെ അങ്ങനെയാണ് അതിനെ കണ്ടിരുന്നത്. അതുകൊണ്ടാണല്ലോ ഈ വഞ്ചൂരില് റോഡ് കെട്ടി CPM-ന്റെ ജില്ലാ സമ്മേളനം നടത്തിയത് സംബന്ധിച്ച് വിവാദം ഉണ്ടായപ്പോൾ അതിലൊന്നും ഒരു കുഴപ്പവുമില്ല എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ അഭിപ്രായം പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ വഞ്ചൂരിലെ സംഭവം വിവാദമായിട്ട് 1-2 ദിവസത്തിനകം നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഭരണകൂടത്തിന് മൂക്കിന് താഴെ ഈ നിയമം ലംഘിക്കാൻ CPI-യുടെ ഒരു സംഘടനയ്ക്ക് ധൈര്യം വന്നത്. അത് മാത്രമല്ല, പാർട്ടി പ്രവർത്തകർ ഇങ്ങനെ ഓരോ കുസൃതികൾ ചെയ്യും, അതൊക്കെ വളരെ സ്വാഭാവികമാണ്. അപ്പൊ അവിടെ ചെന്ന് ആ സ്റ്റേജിൽ ഞങ്ങളൊന്ന് പ്രസംഗിച്ചത് അത് ഒരു കുറ്റകരമായ കാര്യമല്ല എന്നൊരു നിലപാടും കൂടെ പാർട്ടിയുടെ നേതാക്കൾക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ പാർട്ടിയുടെ അണികളിൽ അല്ലെങ്കിൽ ആ ചടങ്ങുകളും പരിപാടികളും സംഘടിപ്പിക്കുന്ന പാർട്ടി യൂണിറ്റുകളുടെ മേലെ ചാരുന്ന ഒരു ഏർപ്പാട് ഉണ്ടായിരുന്നു. പക്ഷെ വഞ്ചൂരിലെ സംഭവം ഉണ്ടായതിനു ശേഷം ഹൈക്കോടതി അതിനെ വളരെ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തത്. ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് നിരാകരിക്കുന്ന, അതായത് ഇത്തരത്തിൽ റോഡുകൾ കയ്യേറി പരിപാടികൾ നടത്താൻ പാടില്ല എന്ന ഉത്തരവ്, അത് നിഷേധിക്കുന്ന അല്ലെങ്കിൽ അത് ലംഘിക്കുന്നത് ആരായാലും, എത്ര പ്രബലരാണെങ്കിലും, അത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും അതിനെ ഗൗരവമായി കാണും എന്നൊരു നിലപാടാണ് അതിനുശേഷം ഹൈക്കോടതി എടുത്തത്. നേതാക്കളായാലും സാധാരണക്കാരായാലും നിയമത്തിന് മുമ്പിൽ തുല്യരാണ് എന്നൊരു നിലപാടും കൂടി ഹൈക്കോടതി എടുത്തു. അതിനെ തുടർന്നാണ് ഇപ്പോൾ നേതാക്കള് ഹൈക്കോടതിയുടെ മുമ്പില് ഹാജരാവേണ്ട അവസ്ഥ വന്നിരിക്കുന്നത്. വഞ്ചൂരിലെ വിവാദ വിഷയമായ യോഗം നടക്കുമ്പോൾ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സ്പർജൻ കുമാർ, അതുപോലെ തന്നെ കൊച്ചിയിലെ കോൺഗ്രസ് നേതാക്കള് നിയമം ലംഘിച്ചപ്പോൾ കമ്മീഷണറായിരുന്ന പുട്ട വിമലാദിത്യ എന്നിവരോടും കോടതിയിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പക്ഷെ ഇവരെ ഒന്ന് ഒഴിവാക്കി തരണമെന്ന് ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. പക്ഷെ അതിന് കോടതി തയ്യാറായില്ല. അതിന് കോടതിക്ക് വളരെ കൃത്യമായിട്ടുള്ള
ന്യായങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാതിരിക്കുന്നതിനുള്ള ന്യായങ്ങളുണ്ട്. അതായത് നിയമം നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനാണുള്ളത്. അപ്പോൾ അവരുടെ തൊട്ടു മുമ്പിൽ, അവരുടെ കണ്ണിന് മുമ്പിൽ അതിനെ ലംഘിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ അവർക്ക് കയ്യും കെട്ടി വെറുതെ ഇരിക്കാൻ സാധ്യമല്ല. തിരുവനന്തപുരത്തും എറണാകുളത്തുമൊക്കെ അതാണ് സംഭവിച്ചത്. പോലീസ് നിഷ്ക്രിയരായി നിൽക്കുകയാണ് ഉണ്ടായത്, രാഷ്ട്രീയ പാർട്ടികൾ പൊതുനിരത്ത് കയ്യേറിയപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് അവരെ ഒഴിവാക്കണം എന്ന ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചത്. തിരുവനന്തപുരം റൂറൽ പോലീസ് മേധാവി കിരൺ നാരായണനോടും കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞിരിക്കുക. അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഒരു പട്ടും വളയും നൽകണമെന്ന് കോടതി ഉത്തരവാകേണ്ടതാണ്. കാരണം വഞ്ചൂരില് പിന്നീട് CPI തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിനടുത്ത് നടത്തിയ ഈ നിയമലംഘനം, ഇതൊക്കെ വളരെ വലിയ തോതിൽ വിവാദമായി. കോടതി നടപടികൾ ആരംഭിച്ചതിന് ശേഷം ബാലരാമപുരം വിഴിഞ്ഞ റോഡില് ഇതുപോലെ റോഡ് അടച്ച് വേദി കെട്ടി ഒരു പരിപാടി നടത്തി. അത് ഉദ്ഘാടനം ചെയ്ത ആരാണെന്നറിയാമോ? നമ്മുടെ കിരൺ നാരായണൻ, നമ്മുടെ റൂറൽ പോലീസിന്റെ മേധാവി. വാസ്തവത്തിൽ അദ്ദേഹത്തിനെതിരെ എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? വെറുതെ ഹൈക്കോടതിയിൽ വിളിച്ചു വരുത്തിയാൽ മാത്രം മതിയോ? രാഷ്ട്രീയ പ്രവർത്തകര് അവരുടെ ധാർഷ്ട്യം ഉപയോഗിച്ച് നിയമം ലംഘിക്കുന്ന നമുക്ക് മനസ്സിലാക്കാം, അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുകയല്ല. പക്ഷെ നിയമം നടപ്പാക്കാൻ ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ തന്നെ അതിനെ ലംഘിക്കുകയാണെങ്കിൽ, അതും അത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ വിവാദ വിഷയമായതിന് ശേഷം അദ്ദേഹത്തോട് എന്ത് നടപടിയാണ് എടുക്കേണ്ടത്? കോടതിയിൽ ഹാജരാകണം ഹൈക്കോടതിയുടെ ഉത്തരവ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറ്റും അനുസരിക്കുമോ? ബിനോയ് വിശ്വവും പന്ന്യനും ഒക്കെ കോടതിയിൽ എത്തുമോ എന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പില്ല. ചിലപ്പോൾ നിയമത്തിൽ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് കോടതിയിൽ പോകാതിരിക്കാനായിരിക്കും ഈ നേതാക്കളൊക്കെ ശ്രമിക്കുക. ഇനി കോടതിയിൽ ഹാജരായാൽ തന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഈ നേതാക്കളെ രക്തഹാരമണിയിച്ച് ഹൈക്കോടതിക്കടുത്ത് ഒരു വലിയ സ്വീകരണം ഏർപ്പാട് ചെയ്യാവുന്നതാണ്. ഒരു മുന്നണി ലെവലിലാണ് അത് ചെയ്യുന്നതെങ്കിൽ CPIയുടെ നേതാക്കളെ കൂടെ അതിൽ പങ്കെടുപ്പിക്കാവുന്നതേ ഉള്ളൂ. അതാണല്ലോ പേരിയ കേസിലെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ട 14 പേരിൽ 4 പേർക്ക്, അതായത് ചെറിയ കാലയളവിലേക്ക് തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 4 പേർക്ക് ഹൈക്കോടതി അവരുടെ തടവ് ശിക്ഷ മരവിപ്പിച്ചു, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം എന്താണ് ഉണ്ടായത്? മുൻ MLA ആയിരുന്ന KV കുഞ്ഞിരാമൻ അടക്കമുള്ള നേതാക്കൾക്ക്, CPMന്റെ നേതാക്കള് വലിയ സ്വീകരണം, രക്തഹാരമണിയിച്ച് വൻ സ്വീകരണമാണ് ഒരുക്കിയത്. MV ജയരാജൻ, P ജയരാജൻ തുടങ്ങിയ ആളുകളൊക്കെ സന്നിഹിതരായി വലിയ തോതിൽ അവരെ സ്വീകരിച്ച് ആനയിക്കുകയാണ് ഉണ്ടായത്. CPMനെതിരെ CBI കെട്ടിപ്പൊക്കിയ നുണകളുടെ കോട്ടകൾ ഇടിഞ്ഞു വീണു എന്നാണ് ജയിലിൽ നിന്ന് വിമോചിതനായതിനു ശേഷം ഈ കേസിലെ പ്രതി, കൊലക്കേസിലെ പ്രതി KV കുഞ്ഞിരാമൻ, മുൻ MLA പറഞ്ഞത്. നേതാക്കളെ ജയിലിലടയ്ക്കാൻ വേണ്ടി CBI കള്ളക്കഥ ചമച്ചുവെന്നും അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് CBI കോടതിയുടെ വിധി വന്നിട്ട് 4-ാം ദിവസം ഈ 4 പ്രതികളെ മോചിപ്പിക്കാൻ സാധിച്ചെന്നാണ് MV ജയരാജൻ, പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. CBI എന്ന് പറയുന്നത് ഇപ്പോഴും ഭരണകൂടത്തിന്റെ കയ്യിലെ ഒരു കൂട്ടിലടച്ച തത്തയാണെന്ന് ഈ കോടതി വിധി തെളിയിക്കുന്നുവെന്ന് P ജയരാജനും പറഞ്ഞു. കൊലപാതക കേസുകളിൽ വിധിയുണ്ടായി കഴിഞ്ഞാൽ ഇത് വളരെ സ്വാഭാവികമായ, സാധാരണമായ ഒരു നടപടിയാണ്. ഇതിന്റെ വിശദാംശങ്ങൾ ജസ്റ്റിസ് കമാൽ പാഷ ഈ യൂട്യൂബ് ചാനലിലെ അദ്ദേഹത്തിന്റെ കോളത്തിൽ വളരെ വ്യക്തമായും വൃത്തിയായും വെടിപ്പായും പറഞ്ഞിട്ടുണ്ട്. ഈ സ്വീകരണ പരിപാടികളൊക്കെ കഴിഞ്ഞ് സമയം കിട്ടുകയാണെങ്കിൽ അതൊന്ന് കേട്ടു നോക്കണം. അല്ലെങ്കിൽ CPMന് വേണ്ടി കേസ് വാദിക്കുന്ന മിടുക്കന്മാരായ വക്കീലന്മാര് എറണാകുളത്തും കണ്ണൂരും ഒക്കെ ഉണ്ടല്ലോ, അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. സാധാരണഗതിയിൽ ഒരു കൊലക്കേസില് അപ്പീൽ കൊടുത്താല് ആ അപ്പീല് പരിഗണിക്കുന്നതിന് കുറഞ്ഞ പക്ഷം 5 വർഷമെങ്കിലും വേണ്ടിവരും. അതുകൊണ്ട് തന്നെ 5 അതിൽ താഴെയോ വർഷക്കാലത്തേക്ക് തടവ് ശിക്ഷിക്കുന്ന കേസുകളില് അവരുടെ ശിക്ഷാവിധി അല്ലെങ്കിൽ അവരുടെ തടവ് മരവിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാറുണ്ട്. അത് വളരെ സ്വാഭാവികമായ ഒരു നടപടിയാണ്. അതാണിപ്പോൾ വാസ്തവത്തില് ഈ പേരിയ കേസിലെ 4 പ്രതികളുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഏതാണ്ട് ഇവരെ കോടതി വെറുതെ വിട്ടു, അല്ലെങ്കിൽ ആ വിധി സ്റ്റേ ചെയ്തു, അല്ലെങ്കിൽ റദ്ദാക്കി എന്ന രീതിയിലുള്ള
വ്യാഖ്യാനങ്ങള് ഇതിലെ പ്രതികളടക്കമുള്ള CPM-ന്റെ നേതാക്കള് നടത്തുന്നത്. ഈ കേസിൽ CBI കെട്ടിപ്പൊക്കിയ കോട്ടകളൊക്കെ പൊളിഞ്ഞു, അല്ലെങ്കിൽ ഇത് നേതാക്കളെ ജയിലിലാക്കാനുള്ള CBI-യുടെ തന്ത്രമായിരുന്നു, അല്ലെങ്കിൽ നീക്കത്തിന്റെ ഭാഗമായിരുന്നു എന്നൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ MV ജയരാജനും KV കുഞ്ഞിരാമനും ഒക്കെ മറുപടി പറയേണ്ട ഒരു ചോദ്യമുണ്ട്. എങ്കിൽ ബാക്കി 10 പ്രതികൾ ഇപ്പോൾ എവിടെയാണ്? അവർക്ക് എന്താണ് സംഭവിച്ചത്? അവരിപ്പോഴും ജയിലിൽ തന്നെ അല്ലേ? KV കുഞ്ഞിരാമനടക്കം MV ജയരാജൻ, P ജയരാജൻ, ഇവരുടെയൊക്കെ ഒരു നിയമ വ്യാഖ്യാന വൈഭവം എത്രയുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തതിശയമേ, എന്നല്ലാതെ എന്ത് പറയാൻ.